ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റണില്ല. ഇപ്പോൾ അറിയാലോ, ബേബിയും കൂടെ ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുൻപ് അതായത് ഡെലിവറിയുടെ മുന്നേ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. Q&A വീഡിയോ ചെയ്യാം ബിഫോർ ഡെലിവറി. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് ആ Q&A ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ട് ഞാൻ അതിന് ആൻസർ തന്നില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ ഡെലിവറി കഴിഞ്ഞാലും അതിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ Q&A വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഡു യു മിസ് യുവർ ഹസ്ബൻഡ് ഡ്യൂറിങ് ദിസ് പീരീഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇത് ഡെലിവറിക്ക് മുമ്പുള്ള Q&A ആയിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഡെലിവറി ടൈമിൽ, അതായത് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ഇപ്പം ചേട്ടൻ നാട്ടിലല്ല, ബാംഗ്ലൂരാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ഇങ്ങനെ വരാമെന്ന് വെച്ചാൽ മന്ത്ലി ഒക്കെ ആയിരിക്കും നാട്ടിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഒരു 2 days അല്ലെങ്കിൽ 3 days ഒക്കെ നാട്ടിലുണ്ടാവും, എന്നിട്ട് തിരിച്ചു പോവാണ് ചെയ്യാം. അപ്പോൾ മിസ്സിങ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിസ്സിങ് ഉണ്ടാവും. അതെല്ലാവർക്കും അങ്ങനെയാണ്. കാരണം എന്നും നമ്മുടെ കൂടെ ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ഒരു 6 മന്താണ് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഞാനിവിടെ ചേട്ടനവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മിസ്സിങ് ഫീൽ ചെയ്യും. എനിക്ക് നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 days ഒക്കെ ആയിരിക്കും ചേട്ടൻ നാട്ടിൽ വരാം. ആ ഒരു സമയത്ത് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ്. ഞാൻ അപ്പോൾ ചോദിക്കും പോകുമ്പോൾ ഇനി എപ്പോഴാണ് വരാമെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ പറയും, അപ്പോൾ പറയില്ല എൻ്റെ അടുത്ത്. കാരണം ആൾക്കറിയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എക്സ്പെക്ട് ചെയ്തിരിക്കും. ഞാൻ ഒരു ടൈമിൽ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സങ്കടം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയില്ല, എപ്പോഴാണ് വരേണ്ടതെന്ന് പറയാതെയാണ് പോവുക. അപ്പോൾ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിന്ത വരും. ഇപ്പം മന്ത്ലി ഇപ്പോൾ ഒരു 1-2 പ്രാവശ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കൂടി വന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡിന് പ്രഗ്നൻസി പീരീഡിൽ നല്ല രീതിയിൽ മിസ് ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ബേബിയെ കാണുമ്പോൾ എന്തായിരിക്കും ഫീലിംഗ്? ബേബി ആരുടെ ചായ ആയിരിക്കും? മോം ഓർ ഡാഡ്? ചുമ്മാ ഗസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ബിഫോർ ഡെലിവറി ആണ് കേട്ടോ. അപ്പോൾ ഗസ് ചെയ്യുമെന്നൊക്കെ അപ്പോൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഞാൻ ക്യാരിങ് ആയിരിക്കുന്ന ടൈമിൽ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി ചേട്ടനെ പോലെ ആയിരിക്കണം, ചേട്ടൻ്റെ ചായയിലാവണം, അങ്ങനെയായിരുന്നു എനിക്കുള്ള ആഗ്രഹം. ചേട്ടനെ പോലെ ആവണം എന്നായിരുന്നു. അങ്ങനെയാണ്. പിന്നെ ബേബീനെ കാണുമ്പോൾ എന്തായിരിക്കും ഫീൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആ സമയത്ത് റീഡ് ചെയ്യുമ്പോൾ എനിക്ക് അതിന് പ്രത്യേകിച്ച് ആൻസർ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ബേബീനെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ, ഞാൻ ഡെലിവറി സ്റ്റോറിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതിലേക്ക് പറയണമല്ലോ. അപ്പോൾ ഞാൻ പറയാം, ബേബീനെ കാണിച്ചിട്ട്, അതായത് എനിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ബേബി ഗേൾ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ എന്താ പറയുക, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗേൾ ബേബീനെയാണ്. പക്ഷെ ഞാൻ എല്ലാവരുടെ അടുത്ത് എപ്പോഴും പറയാം എനിക്ക് ബോയിനെയാണ് ഇഷ്ടം, എനിക്ക് ബോയ് മതി എന്നാണ് ഞാൻ എപ്പോഴും പറയാം. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പെൺകൊച്ച് വേണം എന്നുള്ളത്. കാരണം അതിന് കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോഴായാലും ചില പെൺകുട്ടികളുടെ അമ്മമാരുണ്ടല്ലോ, അവർ ഉണ്ണികളെ കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര രസമാണ് അവരുടെ ഡ്രസ്സ് കാണാനും. പക്ഷേ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അണീച്ചൊക്കെ കൊണ്ട് നടക്കാന്ന് പറയുന്ന സംഭവം പെൺകുട്ടികളെ കിട്ടിയാലാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പെൺകൊച്ച് വേണം എന്നുള്ളത്. ചേട്ടനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെൺകുട്ടി വേണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയാം ആൺകുട്ടി അങ്ങനെ ഞങ്ങൾ പറയാറുള്ളത്. പെൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞങ്ങൾ വിചാരിച്ച പോലെ ഒരു പെണ്ണുണ്ണീനെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു എന്തായിരിക്കും ആ ഫീലിംഗ് വെച്ചത് എനിക്ക് ഇപ്പോഴാണ് കറക്റ്റ്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. എനിക്ക് ആ വിചാരിച്ച പോലെ പെണ്ണുണ്ണും കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ണീനെ ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. അതിങ്ങനെ പറഞ്ഞറിയിക്കാമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് സ്കാനിങ് ഡേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ലാസ്റ്റ് സ്കാനിങ് November 21 ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ 9th മന്തിൽ ഇപ്പോൾ പെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 9th മന്തിൽ എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്യാം. പിന്നെ ഓരോ ട്രൈമസ്റ്ററിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് ബോഡിക്ക് മനസ്സിലുണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് മന്ത് ടു ക്യാരിങ് ആയപ്പോൾ തൊട്ട് 6th മന്ത് വരെയുള്ള ഒരു വീഡിയോ, ചേഞ്ചസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 7, 8, 9 മന്ത്സിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചിട്ട് എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റിനുള്ള ആൻസർ അതിൽ കിട്ടും. എങ്ങനെയുണ്ട് പ്രഗ്നൻസി ജേർണി, ഡെലിവറി ഡേറ്റ് എന്നാ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടത്,
ബേബി ബോയ് ആണോ ഗേൾ ആണോ ഇഷ്ടം ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രഗ്നൻസി ജേണി, ഡെലിവറി ഡേറ്റ് എന്നാണ്. ഡെലിവറി ഡേറ്റ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നവംബർ 21 എനിക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലാസ്റ്റ് സ്കാനിങ്. ആ സ്കാനിങ്ങിന് പോയപ്പോഴാണ് പിന്നെ അഡ്മിറ്റ് ആയത് കേട്ടോ. അതിൻ്റെ ഡെലിവറി സ്റ്റോറിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തുകൊണ്ടാണ് അഡ്മിറ്റ് ആയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ എങ്ങനെയുണ്ട് പ്രഗ്നൻസി ജേണി എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരു 7-8 മന്ത് വരെ പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളൊരു എന്താ പറയുക കാലഘട്ടമായിരുന്നത്. കാരണം ഭയങ്കര സന്തോഷമാണ്. നമുക്ക് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ ടൈം റെസ്റ്റ്, ആൾക്കാർ കാണാൻ വരുന്നു, ഫുഡുകൾ കൊണ്ടിരുന്നു, കഴിക്കണു, അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു റിലാക്സിങ് പീരീഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്കൊരു ഫസ്റ്റ് ക്യാരിങ് ആയ അന്ന് മുതൽ 8th മന്ത് വരെ, ഓൾമോസ്റ്റ് 8 മന്ത് വരെ എന്ന് വേണമെങ്കിൽ പറയാം. 8th മന്ത് ലാസ്റ്റൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് ചെറിയ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8th 9th മന്ത് എനിക്ക് അത്ര സുഖകരമായിരുന്നില്ല കേട്ടോ. പിന്നെ ബേബി ബോയ് ആണോ ഗേൾ ആണോ ഇഷ്ടം വെച്ചിട്ടുണ്ടായിരുന്നു. ഗേളിനെയാണ് ഇഷ്ടം. അപ്പോൾ ഗേൾ തന്നെ വേണമെന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഗേൾ ബേബിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ ഉണ്ണി ബോയ് ഓർ ഗേൾ ആണെന്ന് അറിയാൻ. നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ. എന്താ പറയുക, എനിക്ക് അത്ര എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ അനോമലി സ്കാൻ കഴിയില്ല. നമ്മുടെ 5ാം മാസത്തെ അനോമലി സ്കാൻ കഴിഞ്ഞു. അനോമലീസ് ഒന്നും ഇല്ല എന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഉണ്ണി ഏതാണെന്ന് അറിയാനുള്ള ഭയങ്കര വ്യഗ്രതയാണ്. പല പ്രാവശ്യം ഞാൻ സ്കാനിങ് റൂമിൽ കയറുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഡോക്ടറോടൊന്ന് ചോദിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ചോദിക്കണോ വേണ്ടേ എന്നുള്ളൊരു ആ ഒരു തോട്ട് വരെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എന്തുണ്ടെന്നുള്ളത്. പക്ഷേ ചേട്ടൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ചേട്ടനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഈ 5th മന്ത് സ്കാനിങ് കഴിഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര എന്താ പറയുക ക്യൂരിയോസിറ്റി ബേബി ഏതാണെന്ന് അറിയാനായിട്ട് കേട്ടോ. അടുത്ത ഡെലിവറി ഡേറ്റ് എടുക്കും തോറും ടെൻഷൻ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അധികം പുറത്ത് അത് എക്സ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് നോർമൽ ഡെലിവറിയുടെ കഥകൾ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടും പിന്നെ C-സെക്ഷൻ്റെ കഥകൾ പറയുന്നത് കേട്ടിട്ടൊക്കെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഡെലിവറി ഉണ്ടാവുകയെന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പം എനിക്ക് ലോ ലൈൻ ക്ലാസിൻ്റെയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ C-സെക്ഷൻ ആവാം, അല്ല നോർമൽ ഡെലിവറി നടക്കാം എന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഭയങ്കര, അപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി ടെൻഷൻ കൂടിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമൽ ഡെലിവറിയുടെ പെയിൻ മുഴുവൻ എടുത്തിട്ട് C-സെക്ഷൻ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. ആ ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ ടെൻഷൻ ഉണ്ടായത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡെലിവറിക്ക് വേണ്ടി മെൻ്റലി പ്രിപ്പയർ ആയില്ലേ, നോർമലിനാണോ ചാൻസ് എന്ന് ഡോക്ടർ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെലിവറിക്ക് വേണ്ടിയിട്ട് മെൻ്റലി പ്രിപ്പയർ ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. എന്തായാലും വേദന എടുത്തിട്ട് പ്രസവിക്കണം, വേദന വരും ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേദന ഇല്ലാണ്ട് എന്തായാലും നമുക്ക് കുഞ്ഞിനെ കിട്ടില്ല, ചെറിയ വേദന എന്തായാലും വേദന ഉണ്ടാവും എന്നുള്ളത് മൈൻഡിൽ പറഞ്ഞ സെറ്റ്, ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിച്ച് അങ്ങനെ സെറ്റായിട്ടുണ്ടായിരുന്നു. നോർമലിനാണോ ചാൻസ്, അത് നോർമലിന് ചാൻസ് ഉണ്ടോ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് നോക്കാം, ചിലപ്പോൾ നോർമൽ ആവാം, ആവാതിരിക്കാം. ഡോക്ടർ ഇങ്ങനെ കൺഫേം ചെയ്തിട്ട് നോർമൽ തന്നെ ആവും അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നോക്കാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേബി വരാൻ എത്ര ഡേയ്സ് ഉണ്ടെന്ന് കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ട്. കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനിയിപ്പം നവംബർ ആയപ്പോഴത്തേനും എനിക്ക് സ്കാനിങ്ങിൽ ഡിസംബറിലാണ് എനിക്ക് ഡേറ്റ്. ഡിസംബർ 3, ഡിസംബർ 6 ഒക്കെ ആയിരുന്നു എനിക്ക് ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ 6, 3 ഒക്കെ ആയിരുന്നു എനിക്ക് ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്കാൻ, അതായത് 9th മന്തിൻ്റെ സ്കാനിൽ അതിൽ ചേഞ്ച് വരും. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഡെലിവറിയുടെ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസംബറിലേക്ക് നിൽക്കണില്ല, കാരണം നവംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഡെലിവറി എന്തായാലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നവംബർ ലാസ്റ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നവംബറിൽ ഏത് ദിവസമാണോ എന്നുള്ളൊരു ആകാംക്ഷയും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 21-ാം തീയതി സ്കാനിങ്ങിലാണല്ലോ നമുക്ക് ഡേറ്റ് പറയുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് 21-ാം തീയതി സ്കാനിങ്ങിന് വേണ്ടി ഞാൻ പോയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലും ഉണ്ടായിരുന്നില്ല, അഡ്മിറ്റായി. അതാണ് ഉണ്ടായത്. അപ്പോൾ അത്രയും നാൾ എന്നാണെന്നുള്ളൊരു എന്താ പറയുക ഒരു തരം ക്യൂരിയോസിറ്റി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയൊന്ന് വന്നെങ്കിൽ ഉണ്ണിയൊന്ന് കിട്ടിങ്ങി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബേബിക്ക് നെയിം എന്തെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ, ഡെലിവറിയെ കുറിച്ച് ആലോചിച്ച് ടെൻസ്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബേബിക്ക് നെയിം നമ്മൾ ഓൾറെഡി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ബോയ് ബേബി ആണെന്നുണ്ടെങ്കിൽ ഒരു നെയിമും, ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഒരു നെയിമും നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നെയിം ആരുടെ അടുത്തും റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ ലയ എന്ന് ഞാൻ എപ്പോഴും പറയുമ്പോൾ ബേബി ലയ എന്ന് ഞാൻ പറയുമ്പോൾ ലയാണ് അവളുടെ പേരെന്ന് കുറേ പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ പേര് ലയ എന്നല്ല കേട്ടോ. അതായത് ലയ എന്നുള്ള സംഭവം അവളുടെ പേരിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അവളെ ലയ ബേബി എന്നാണ് വിളിക്കുന്നത്. പിന്നെ കുഞ്ഞുമറിയം അങ്ങനെ കുറേ പേരുകളൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട്. ലയ എന്നാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ വിളിക്കണം കേട്ടോ. വീട്ടിൽ വിളിക്കുന്ന പേരാണത്. റിയൽ നെയിം നമ്മൾ എന്തായാലും അവളുടെ ബാപ്റ്റിസം ഒക്കെ ഇപ്പോൾ ഉണ്ടാവും. എന്തായാലും ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും അനൗൺസ് ചെയ്യാം കേട്ടോ. പിന്നെ ബേബി ഗേൾ വേണം ഓർ ബോയ് വേണം അങ്ങനെ പറയാൻ പാടില്ല. എങ്കിലും മനസ്സിൽ ചെറിയൊരു ആഗ്രഹം കൂടുതൽ തോന്നുന്നത് ഗേൾ വേണമെന്നാണോ ബോയ് വേണമെന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത് ഗേൾ ബേബി വേണം എന്നാണ്. എനിക്ക് ക്യാരിങ് ആണെന്ന് അറിഞ്ഞ അന്ന് മുതൽ എനിക്ക് ഗേൾ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം അതിന് കാരണമുണ്ട്. കാരണം പെൺകുട്ടികളെ നമുക്കിങ്ങനെ അണിച്ചൊരുക്കി കൊണ്ട് നടക്കുക ആ ഒരു ടൈപ്പ് ഓഫ് തോട്ടാണ് എൻ്റെ മൈൻഡിൽ വരുന്നത്. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ എന്താ ചെയ്യുക അങ്ങനത്തെ ഒരു ചിന്ത അധികം ഡ്രസ്സിനെ കുറിച്ചിട്ട് ഇപ്പം ഉണ്ട്. പക്ഷെ എന്നാലും പെൺകുട്ടികളെ കുറിച്ചിട്ടാണെങ്കിൽ പെൺകുട്ടിയാവണം അങ്ങനെയായിരുന്നു എനിക്ക് ആഗ്രഹം.
പിന്നെ എന്താ അങ്ങനെ അത്ര ആഗ്രഹം വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണ്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരെ താഴെ 2 ആൺകുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. സോ അവരെ നോക്കി ആൺകുട്ടികൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ പെൺകുട്ടികളെ നോക്കാനും എടുക്കാനും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും അല്ലെങ്കിൽ കസിൻസിൻ്റെ ഒക്കെ പിള്ളേരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരിങ്ങനെ നല്ല നല്ല ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് നടക്കണം, ഭയങ്കര രസമാണത്. അപ്പം നമുക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ എനിക്ക് പെൺകുട്ടീനെ ആയിരുന്നു ആഗ്രഹം, ഹസ്ബൻഡിനും പെൺകുട്ടീനെ തന്നെ ആയിരുന്നു ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു നല്ലൊരു സുന്ദരി മോളെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ പെൺകുട്ടീനെ തന്നെയായിരുന്നു ആഗ്രഹം. ഞാൻ ഇപ്പം ആൻസർ ചെയ്യണത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറയണം കേട്ടോ. ഇത് ബിഫോർ ഡെലിവറിക്ക് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്നും പറയില്ല. ഉണ്ണി ഏതായാലും ഞങ്ങളുടെ ഇല്ലെന്ന് ഞാൻ പറയുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ചേട്ടനും പെൺകുട്ടി വേണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി ജേർണി എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രഗ്നൻസി ജേർണിയിൽ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ് ക്യാരിങ് ആണെന്ന് അറിഞ്ഞ അന്ന് മുതൽ ഒരു 8th മന്ത് ഒരു ഫസ്റ്റ് 2 വീക്ക് വരെയും എനിക്ക് കുഴപ്പമില്ല. 8th മന്ത് ലാസ്റ്റ് ആയപ്പോഴത്തേനും എനിക്ക് ചെറിയ ചെറിയ പെയിനും ബുദ്ധിമുട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. യോർക്കില്ലാത്ത പ്രശ്നം അങ്ങനത്തെ ആ ഒരു ടൈമിൽ മാത്രമാണ് എനിക്ക് ഇത്തിരി കഷ്ടത അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുള്ളൂ കേട്ടോ. അതുവരെയൊക്കെ എനിക്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് റിലാക്സേഷന് വേണ്ടിയിട്ട് കുറച്ച് മാസം ദൈവം തന്ന പോലെ ആയിരുന്നു എനിക്ക്. കാരണം ഭയങ്കര എന്താ പറയുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, TV കാണുക, കിടക്കുക, പിന്നെ യൂട്യൂബിലുകൊണ്ട് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ മാത്രം എൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ ചേട്ടൻ എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ബാക്കി നോക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഹാപ്പി ആയിരുന്നു. നല്ല എൻ്റെ പ്രഗ്നൻസി ജേർണിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും നല്ലത് മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെ പൊട്ടനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റൽ ബാഗ് എത്രാമത്തെ വീക്കാണ് പാക്ക് ചെയ്തത്? ദൈവം നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കട്ടെ. എനിക്കിപ്പോൾ 28 വീക്കായി. എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവ്യ ജോമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ID എന്നാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തത് ഞാനൊരു 7th മന്ത് ആയപ്പോൾ തൊട്ട് ഞാൻ ഉണ്ണിക്കുള്ള ഓരോരോ പ്രൊഡക്ട്സും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ മേടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ പറയട്ടോ, അത്ര ഉണ്ണിനെ കയ്യിൽ കിട്ടാണ്ട് നമ്മൾ അത്രയും നേരത്തെ നമ്മൾ എന്താ പറയുക, അവളിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോഴേ സൗണ്ട് കേൾക്കുമ്പോൾ അവൾ ഞെട്ടി എണീക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. അപ്പം പണ്ടുള്ളവരങ്ങനെ ഉണ്ണി ഉണ്ടാവണതിന് മുന്നേ എന്താ പറയുക, ഡെലിവറി ഉണ്ണിക്കുള്ള സാധനങ്ങളൊന്നും മേടിക്കരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊന്നുമല്ല. ഉണ്ണിക്കുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാം, അതൊക്കെ വാഷ് ചെയ്ത് പ്രോപ്പറായി നമുക്ക് എടുത്ത് വെക്കാം, നമുക്ക് എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കാം. കാരണം എപ്പോഴെന്താ നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഒന്നും എടുക്കാതെ ഓടിപ്പെടുന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കണവർക്കും കൂടി അതൊരു ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഹോസ്പിറ്റലിൻ്റെ ഇടയിൽ നിന്ന് അവിടേക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഒരു 100 കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മൾ അത് മേടിക്കാന്ന് പറഞ്ഞാൽ പുറത്ത് പോകാന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയാം, എനിക്ക് പറയാനുള്ളതും ഞാൻ പറയുകയും ചെയ്യാതാണ്. നമ്മളൊരു എന്തായാലും നമ്മൾ ഡെലിവറിക്ക് പോകണതിന് മുന്നേ ഒരു 7th മന്തൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒതുക്കി തുടങ്ങുക. ബാഗ് കറക്റ്റായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചത് എനിക്ക് തോന്നുന്നു ഒരു 8th മന്ത് പകുതിയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 8th മന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബാഗൊക്കെ സെറ്റ് ചെയ്തത്, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 8th മന്ത് അവസാനമൊക്കെ ആയപ്പോഴത്തേനാണ് ഞാൻ ബാഗ് ഒതുക്കിയതും സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ 28 വീക്കായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക്. പ്രാർത്ഥിക്കാട്ടോ, എന്തായാലും പ്രാർത്ഥിക്കാം. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ ബേബി, വാട്ട് ഡു യു ഫീൽ, ടെൻസ്ഡ് ഓർ എക്സൈറ്റഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. എന്ത് ബേബിയാണെന്ന് അറിയാനായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പ്രഗ്നൻസി എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രഗ്നൻസി എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് അങ്ങനെ ഭയങ്കര ഭയാനകമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും ഞാൻ പ്രഗ്നൻസി എക്സ്പീരിയൻസ്, PV എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 37 വീക്ക് ആയില്ലേ ചോദിച്ചിട്ടുണ്ട്, 2 ആഴ്ച മുന്നേ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ 37 വീക്ക് ആയിരിക്കും, സ്റ്റാർട്ടിങ് ആയിരിക്കും എനിക്ക്. പിന്നെ പ്ലാസൻ്റെ പൊസിഷൻ ഓക്കെ ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, പ്ലാസൻ്റെ പൊസിഷൻ 8th മന്തിൽ സ്കാനിങ്ങിന് പോയപ്പോൾ പ്ലാസൻ്റെ ലോ ലൈൻ പ്ലാസൻ്റെ പോസ്റ്റീരിയർ തന്നെയാണ്. പക്ഷേ എനിക്ക് ആദ്യം പ്ലാസൻ്റെ പ്രീവ്യൂ ആയിരുന്നു. അതിൽ നിന്നൊരു 1 സെൻറ്റിമീറ്റർ കയറിയിട്ടുണ്ടെന്നാണ് 8th മന്ത് സ്കാനിങ്ങിന് പോയപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 9th മന്തിലെ സ്കാനിങ്ങിൽ നമ്മൾ വീണ്ടും പ്ലാസൻ്റെ താഴെ തന്നെയായിട്ടോ, അതായത് ലോ ലൈൻ തന്നെയായിട്ടാണ് കാണിച്ചത്. അതുകൊണ്ട് പ്ലാസൻ്റെ പൊസിഷൻ ഓക്കെ ആയോ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ. എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നവംബർ 21-ന് 9th മന്ത് സ്കാനിങ്ങിന് വേണ്ടി വരാൻ പറഞ്ഞതാണ്. അപ്പോൾ സ്കാനിങ് ചെയ്ത് പിന്നെ എന്തുകൊണ്ടാണ് അഡ്മിറ്റ് ആയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഡെലിവറി സ്റ്റോറിയിൽ ഞാൻ ഇടാം. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞ അപ്പം തന്നെ അഡ്മിറ്റ് ആവാണ് ഉണ്ടായത് കേട്ടോ. ഹൗ ഡിഡ് യുവർ പേരൻസ് സപ്പോർട്ട് യുവർ പ്രഗ്നൻസി ടൈം പീരീഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പേരൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരൻസ് ആയാലും ചേട്ടൻ്റെ പേരൻസ് ആയാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. സപ്പോർട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് പറയാം, അങ്ങനെയൊക്കെ. പിന്നെ ചിലർ ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി. എനിക്ക് അങ്ങനെയൊക്കെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് 4 പേരും, എൻ്റെ പപ്പയും അമ്മയും ചേട്ടൻ്റെ പപ്പയും മമ്മിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് എന്നെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് വേറെ പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. പാരൻസൊക്കെ മുത്താണ്. അപ്പം അങ്ങനെ ഇനി
ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇഫ് ഗോഡ് ആസ്കിങ് വാട്ട് ഈസ് യുവർ വിഷ് ഇൻ ദിസ് ടൈംസ് വാട്ട് യു സേവ്? അത് ചോദിച്ചിട്ടുള്ളത് വേറെ ആരുമല്ല, എൻ്റെ ചേട്ടനാണ്. അതായത് ഇപ്പോൾ ദൈവം ചോദിക്കുകയാണ് എന്ത് ആഗ്രഹമാണ് ഇപ്പോൾ ഈ സമയത്തുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ആ ടൈമിൽ എനിക്ക് ദൈവം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു ആഗ്രഹമായിട്ടുണ്ടായിരുന്നത് ഉണ്ണീനെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ആയുസ്സും ആരോഗ്യത്തിൽ എനിക്ക് തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയും ആഗ്രഹവും മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിൽ. വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പ്രഗ്നൻസി ഡെലിവറി എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് രണ്ടാൾക്കും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോരാൻ പറ്റണം. ഇങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു കേട്ടോ ആ ടൈമിൽ. അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡെലിവറിക്ക് മുമ്പ് വന്നിട്ടുള്ള കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു 23 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാത്തിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡെലിവറി വ്ളോഗ് എന്താ പറയുക ഡെലിവറിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് ഞാനൊന്ന് ആൻസർ ചെയ്ത് പോവാം കേട്ടോ. എന്തായാലും ഞാൻ ഡെലിവറി സ്റ്റോറി പറയുമ്പോൾ അതിലുണ്ടാവും. പിന്നെ അത് എപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റാന്നുള്ളത് അറിയില്ല. അപ്പോൾ അത്ര നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഡെലിവറി അപ്ഡേറ്റ്സ് ഇട്ടതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്തുകൊണ്ടാണ് C-section എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഡെലിവറി സ്റ്റോറിയിൽ പറയാം കേട്ടോ. പിന്നെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബേബിയുടെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറേ വീഡിയോയുടെ അടിയിൽ ഞാൻ കമൻറ്റ് കണ്ടതാണ്. ഞാൻ ഒന്നിലും റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഡയറക്റ്റ് പറയാമെന്ന് വിചാരിച്ചു. ലേയുടെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ട്, ബേബിയുടെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലേയുടെ ബർത്ത് ടൈമിൽ ലേയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 2.904 ആയിരുന്നു കേട്ടോ. അതായത് 2 കിലോ 904 അതായിരുന്നു അവളുടെ 2.904 ആയിരുന്നു അവളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡിസ്ചാർജിൻ്റെ ടൈം ആയപ്പോൾ അപ്പോഴും നമ്മൾ അഗെയിൻ വെയിറ്റ് ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ബർത്ത് വെയിറ്റ് എന്തായാലും ബേബികൾക്ക് ഡിസ്ചാർജ് ടൈമിൽ ഉണ്ടാവില്ല. ചെക്ക് ചെയ്ത സമയത്ത് അവൾക്ക് 2.700 സംതിങ് ആയിരുന്നു ആ ഒരു ടൈമിൽ അവളുടെ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഡേറ്റ് പറഞ്ഞതിന് മുന്നേ ആണോ ഡെലിവറി നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 9th മന്ത് സ്കാനിങ്ങിന് പോയപ്പോഴായിരുന്നു ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് അഡ്മിറ്റ് ആയത്. അപ്പോഴായിരുന്നു കേട്ടോ. 21-ാം തീയതി അഡ്മിറ്റ് ആയി, 22-ാം തീയതി ഡെലിവറി സ്റ്റോറി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇടാം കേട്ടോ. പിന്നെ ഹോസ്പിറ്റൽ ബാഗിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ചെയ്യാം. പിന്നെ വെയിറ്റ് എത്രയാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അവൾ ബർത്ത് വെയിറ്റ് 2.904 ആയിരുന്നു. ഡിസ്ചാർജ് ടൈമിൽ അവൾ 2.700 സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. നോർമൽ ഡെലിവറി ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. നോർമൽ ഡെലിവറി അല്ല, എനിക്ക് C-section ആയിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസും കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.